പോറ്റിയെവിടെ? ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളല്ലേ മേന്നെ. നമ്മൾ ഈ ആടിനെയും കോഴിനെയും പോത്തിനെയും കഴിക്കണ സ്ഥലത്തിരുത്തിയിട്ടല്ലല്ലോ മേൽശാന്തി കൂട്ടിനെ ഊട്ടേണ്ടത്. മൂപ്പരകത്തിരുന്ന് തൈര് സാധനം കഴിക്കുക. നീ മരുന്ന് കഴിച്ചോ? വിവു മോൻ കഴിച്ചോ? ഈ വെള്ളം അയാൾക്ക് കൊണ്ട് കൊടുത്തേ. കഴിക്കുന്നവരെ ഫ്രാൻസിലെ പാർട്ടി എത്തിയിട്ടുണ്ട്. കോഴിക്കോട്ടെ വലിയൊരു ഹോട്ടലിൽ താമസിക്കണേ അവര്. ഇക്കടെ 3 മതി അവരിങ്ങെത്തും. ഇതിനു വേണ്ടി തന്നെ അവർ പ്രത്യേക ഒരു മദാമയ്ക്ക് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നടന്ന ഈ നാട്ടിലെ അവരുടെ ആദ്യത്തെ സംരംഭം അത്. ഇതിന്റെ പ്രയോജനം ബഷീർക്ക് തന്നെയാണ്. ഭാവി മുഴുവൻ ഒറ്റയടിക്കങ്ങ് സേഫാവും. അറിയാഞ്ഞിട്ടല്ല, എന്നാലും തറവാടിരുന്ന സ്ഥലമേ എന്നെ 10-400 കൊല്ലം പഴക്കമുള്ളതാ. അറിയാല്ല, മുമ്പ് ജുമാല നിസ്കരിച്ചിരുന്നതാ. ആകെ 8 ഏക്കറാണ് സ്ഥലം. എൻ്റെ കുട്ടിയൊക്കെ ആകെ ഉള്ളതാ. 2 പെൺമക്കളാ. എനിക്കാണെങ്കിൽ നെഞ്ചിന് സൂക്കണം. ഇപ്പം നടക്കുമ്പോഴൊക്കെ നല്ല വല്ലായിണ്ട്. കോണം കൊടുത്ത് നടക്കുന്ന കാലം പോലെ നിങ്ങൾ നിങ്ങളെയും കാണണമല്ലേ ബഷീർക്ക? ഇതൊക്കെ നിങ്ങൾ പറഞ്ഞാലേ നമ്മളറിയൂ. അല്ലേ തന്നെ. ബീച്ച് സൈഡിലെ 4 ഏക്കർ ഭൂമി മാത്രമേ അവർക്ക് വേണ്ടൂ. നല്ല കാശും കിട്ടും. അതെടുത്ത് വേറെ സ്ഥലം മേടിക്കാം, ബാങ്കിലിടാം. എങ്ങനെയാലും ലാഭമല്ലേ? ഇനി അതൊന്നുമല്ല, ആ പണം എടുത്ത് ഈ പരം ഓടി പിടിപ്പിക്കണമെങ്കിൽ അതും ആവാം. പുരാതനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ബഷീർക്ക. നോക്കി നടത്താൻ പറ്റിയില്ലെങ്കിൽ ഇതെല്ലാം വെറും കല്ലും മണ്ണും മാത്രം. പേടിക്കേണ്ട ബഷീർക്ക, ഇപ്പൊ നിങ്ങൾക്ക് ഈ പുരയിടത്തുനിന്ന് കിട്ടുന്ന ആദായം എന്ന് പറയുന്നത് എന്താ? ഈ തെറ്റിയും തെറിച്ച് നിൽക്കുന്ന തെങ്ങിന്ന് കിട്ടുന്ന തേങ്ങയും മെടലും മാത്രം. ഇനി ഈ വയസ്സുകാലത്ത് തെങ്ങൊക്കെ വെട്ടിമുറിച്ച് പുത്തനൊരു കൃഷി ഇറക്കാനാണ് ഉപ്പുകാറ്റുള്ള സ്ഥലമായതുകൊണ്ട് അതും നടക്കില്ല. മരക്കാരാണെങ്കിലും കടലിൽ പോയി പരിചയമില്ലാത്തതുകൊണ്ട് മീൻ കച്ചവടവും നിങ്ങൾക്ക് വാഴില്ല. ഇങ്ങനെയൊരു കടപ്പുറവും ഫ്രണ്ടേജും ഒക്കെ ഉള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് സായിപ്പന്മാര് വന്നേക്കുന്നത് തന്നെ. ഇങ്ങനൊരു അവസരത്തിൽ നല്ല വിലയ്ക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ പരിതപിക്കേണ്ടതായിട്ട് വരും. ഒരു കാര്യം ഞാൻ പറയാം, ഈ തീരദേശ നിയമമൊക്കെ മാറാൻ പോവാ. സായിപ്പ് അതുകൊണ്ട് ഈ ധൃതി കാട്ടുന്നത്. നിയമം മാറിയ പിന്നെ അവന്മാർക്കെന്നല്ല നമുക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന്മാര് പോയാൽ പിന്നെ ആ പകുതിക്ക് വിലയുമില്ല. ഓർത്തോ നിങ്ങൾ? ഞാൻ അതല്ല ആലോചിക്കണത്. നിങ്ങളോട് ചോദിക്കണമെന്നും വിചാരിച്ച ഇതെന്താ പെട്ടെന്ന് ഇപ്പം ഈ വിദേശികൾ ഇതിങ്ങനെ വാങ്ങാൻ പറയുന്നത്? ഇത്രയും കാലം ഇല്ലാത്തൊരു നാട്ടു നടപ്പാണല്ലേ. അത് ശരി. അപ്പൊ ഇതൊന്നും അറിഞ്ഞിട്ടില്ല? ഇല്ല. ഇപ്പൊ ആരാ നമ്മുടെ പ്രധാനമന്ത്രി? നരസിംഹറാവു. ഈ നാട്ടിൽ ഇതുവരെ ഉണ്ടാകാതിരുന്ന ഒരു പുഷ്കലകാലത്തിന് ഓൻ തുടക്കമിട്ടിരിക്കുന്നു. നിങ്ങൾ ഗ്ലോബലൈസേഷൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ, 1, സായിപ്പ് നമുക്ക് സായിപ്പിന്റെ കച്ചവടം നമ്മുടെ നാട്ടിൽ നടത്താനായി റൊക്കം കാശ് കയറുന്നു. 2, നമ്മളത് വാങ്ങി സായിപ്പിന്റെ സാമ്രാജ്യം ഇവിടെ നടത്തി കൊടുക്കുന്നു. 3, സായിപ്പിന്റെ കീശയും വീർക്കും, നമ്മുടെ കീശയും വീർക്കും. അതാണ് ഗ്ലോബലൈസേഷൻ. എങ്ങനെയുണ്ട് നരസിംഹറാവു? പക്ഷേ മുസ്ലിയാര് പറയണ പോലെ ഈ റാവു കയ്യും കെട്ടി നോക്കി നിന്നില്ലേ ആ മസ്ജിദ് പൊളിച്ചപ്പ? അതിന് അയാളെന്ത് പഠിച്ചു? കൊറോണ ഒരുമിട്ട് ഇറങ്ങിയ സർക്കാരിന് എന്ത് ചെയ്യാനാവും? മോളെ ഐഷ, രഹന, മക്കളെ ഇങ്ങ് വാ. തട്ട നേരാക്കി കൈവാക്കി തട്ടിയിട്ട് പോ. രഹനയ്ക്ക് ആരെ നിക്കാഹ് കഴിക്കാൻ ആഗ്രഹം? അമീർ ഖാൻ. ഐഷുനോ? സൽമാൻ ഖാൻ. പല പേടിച്ചിട്ട് മുസ്ലിങ്ങളുടെ പേര് തന്നെ പറയണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് പറഞ്ഞോ. പറയട്ടെ? വേണ്ട, പറയട്ടെ. ഇത്ത
അരവിന്ദ് സ്വാമി ഇഷ്ടം. ഓനേതാ? നടക്കോ ബഷീർക്ക്? ഈ കളയും കുറ്റിച്ചെടിയും ഉണക്കത്തെങ്ങും മാത്രമുള്ള ഈ തൊടിയും വെച്ചോണ്ട് അവന്റെ കാലിലേക്കറി കാലറി ഞങ്ങളിലെ കൂടെ എനിക്ക് വെറുതെ ഒരു ഒപ്പിട്ടെന്നാ മതി. വെറുതെ വേണ്ട, നക്കല് കൊണ്ടുവന്ന് അതിലെ ഓരോ വാക്കും ഓരോ അക്ഷരവും വരെ മേനോൻ വക്കീൽ വായിച്ചു കേൾപ്പിക്കും. അത് കേട്ട് തൃപ്തിയായിട്ട് മാത്രം ഒപ്പിട്ടാ മതി. ഞാൻ പറഞ്ഞല്ലോ ഈ കച്ചവടം നടന്നാൽ ഞാൻ കൂടി കൊടും കിട്ടുന്നത്. ഈ പ്രായമായിട്ടും ഞാനെന്ന് ഗതി പിടിച്ചിട്ടില്ല. ആകെയുള്ള വീട് പണയത്തില്ല. ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ വാടക കൊടുക്കാൻ പാങ്ങില്ല. ആകെ ചോർന്നൊലിക്കോ, കടത്തിന് മേലെ കട. രാമനെങ്കിലും കരയ്ക്കെത്തി. എന്നിട്ടൊന്നുമില്ല. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ പോകുന്ന രാംകുമാറിന്റെ റിസോർട്ട്. ഈ വിളക്കും കൊണ്ട് പോകുമ്പോൾ ഇതൊക്കെ ഓർത്തോണം കൂടെ കയറി ചെന്നാൽ അവൻ അപ്പം തന്നെ മനസ്സിലാവും. സ്രാവും. അതുകൊണ്ട് ഇതുവരെയും പറഞ്ഞ എല്ലാം അങ്ങ് പറഞ്ഞേക്കാം. ഓ പിന്നെ ഈ ഫ്ലാഷ് ബാക്ക് ഓർത്തിരിക്കലല്ല എൻ്റെ പണി. കടം തലയ്ക്ക് മുകളിലാ. എന്തെങ്കിലും നന്നായിട്ട് ഇൻവെസ്റ്റ്മെന്റ് രാമൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു എന്നിട്ടുമില്ല. മനസ്സിലായോ? അബ്ദുള്ള മറിക്കാരനെ കണ്ട കാര്യം അവിടെ ചെന്ന് വിളമ്പേട്ട. പോറ്റി കയറി വിളമ്പാണ്ടിരുന്നാൽ മതി. ഞാൻ അപ്പോ ആ രണ്ട് പെൺകുട്ടികളോ? ആ ഈ അബ്ദുള്ളയ്ക്ക് എവിടെയായിരുന്നു ജോലിയൊക്കെ? മുംബൈയിലോ മറ്റോ.